കയറ് വൃക്ഷങ്ങൾ കൊണ്ട് സമ്പൽ സമൃദ്ധമാണ് കേരളം. 3 പേർ നിന്ന് കയർ വിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒരാൾക്ക് സ്വയം കയർ വിരിക്കുക എന്ന രീതിയിൽ നൂതന സാങ്കേതികവിദ്യയുടെ സഹായത്താൽ കേരള സ്റ്റേറ്റ് കോയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനി വികസിപ്പിച്ചെടുത്തിട്ടുള്ള അത്യാധുനിക ഇലക്ട്രോണിക് ഉപകരണമാണ് ഇലക്ട്രോണിക് റാട്ട്. ആലപ്പുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് കോയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഉപകരണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾക്ക് 9961266688 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒരു സ്വയം തൊഴിൽ എന്ന രീതിയിലും വീടുകളിൽ നിന്നും സ്വയം പര്യാപ്ത കൈവരിക്കുക എന്ന സ്വപ്നം കാണുന്നവർക്കും തീർത്തും ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് വരുമാനം കണ്ടെത്താൻ സാധിപ്പിക്കുന്ന ഒരു ആധുനിക കയർവിരി യന്ത്രമാണ് ഇലക്ട്രോണിക് റാട്ട്. സിംഗിൾ ഫേസ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഉപകരണം പ്രവർത്തിപ്പിക്കുവാൻ കേവലം 12 വോൾട്ട് വൈദ്യുതി മാത്രം മതിയാവും. സോളാർ പാനൽ ഉപയോഗിച്ചും ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാവുന്നതാണ്. 7.5 മണിക്കൂർ കൊണ്ട് 150 റണ്ണേജിന്റെ 18 മുതൽ 20 കിലോ കയർ വിരിക്കുവാൻ ഈ യന്ത്രം കൊണ്ട് സാധിക്കും. അതായത് 3000 മീറ്റർ കയർ 7.5 മണിക്കൂറിൽ പിരിച്ചെടുക്കുവാൻ സാധിക്കും. നിലവിലെ വിപണി അനുസരിച്ച് വൈക്കം കയറിന് കിലോയ്ക്ക് 42 മുതൽ 50 രൂപ വരെ അതിന്റെ ഗുണമേന്മ അനുസരിച്ച് ലഭിക്കുന്നുണ്ട്. അതായത് ഒരു ദിവസം തന്നെ 450 മുതൽ 650 രൂപ വരെ സമ്പാദിക്കുവാൻ ഈ യന്ത്രം ഉപയോഗിച്ച് സാധ്യമാണ്. നിലവിൽ വൈക്കം കയറും പിരിമുറുക്കം കൂടിയ മങ്ങാടൻ കയറും എന്നീ 2 തരത്തിലുള്ള കയർ പിരിക്കുവാൻ സാധ്യമായ ഇലക്ട്രോണിക് റാട്ടുകൾ കമ്പനി വിതരണം ചെയ്യുന്നുണ്ട്. ഈ കയർ ഉപയോഗിച്ച് ഒട്ടനവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാവുന്നതാണ്. കയർപ്പ് വസ്ത്രങ്ങൾ, ചവിട്ടുപായൽ തുടങ്ങി ഒട്ടനവധി ഉൽപ്പന്ന നിർമ്മാണത്തിനായി ഉപയോഗിക്കാം. ഈ യന്ത്രം GST ഉൾപ്പെടെ 4531 രൂപയ്ക്ക് 2021 മാർച്ച് പ്രകാരമുള്ള വിലപ്രകാരം വാങ്ങാവുന്നതാണ്. കാലാനുസൃതമായ വിലമാറ്റങ്ങൾക്ക് ഈ തുക വിധേയമായേക്കാം. കയർഫെഡ് എന്ന സ്ഥാപനം വഴി നേരിട്ടോ മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പാദകരുടെ പക്കൽ വഴിയോ കയർ വിൽപ്പന ചെയ്യാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് marketing KSCMMC@gmail.com എന്ന ഇമെയിൽ അഡ്രസ് വഴിയോ 9961266688 9961566688 എന്നീ മൊബൈൽ നമ്പർ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിലും മറ്റ് തീരദേശ പ്രദേശങ്ങളിലും വളരെ സുലഭമാണ് തെങ്ങും നാളികേരവും.